തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ വലിയ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിരിക്കാം. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് നമ്മോട് സംസാരിക്കട്ടെ. പ്രാർത്ഥനയോടെ തുടർന്ന് നമുക്ക് ദൈവസേനയിലായിരിക്കാം. ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ച വേദവാക്യത്തോട് ചേർന്നാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസനയിലായിരിക്കാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. മതി. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ ഒരുവൻ മറ്റൊരുവനേക്കാൾ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവിൻ. നമ്മൾ ഈ വചനം പഠിക്കാൻ ആരംഭിച്ച ആ സമയം, ഫിലിപ്പി ലേഖനത്തിൽ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്ത ആ സമയം എനിക്ക് ഓർമ്മയുണ്ട്. ഏകദേശം 2 മാസങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു. എല്ലാ ആഴ്ചയിലും പുതിയ പുതിയ ആശയങ്ങളെ പരിശുദ്ധാത്മാവ് ഓരോ വചനത്തിൽ നിന്ന് തന്നെ ഇതിനകത്തുനിന്ന് തരുന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഏക മനസ്സിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ച് ആരംഭിച്ചത്. എന്താണെന്നറിയില്ല, ആ ഏക മനസ്സിൽ തന്നെ തുടരുകയാണ്. കാരണം ഇതിനകത്തൊരു ഏക മനസ്സ് വരേണ്ടത് ആവശ്യമാണെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഏക മനസ്സിൻ്റെ അനേകം ഭാവങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതിനകത്തുനിന്ന് കുറച്ച് നാളുകളായി 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നതും പഠിച്ചുകൊണ്ടിരുന്നതും. അതുകൊണ്ട് തന്നെ ആ വാക്യത്തിലേക്ക് തന്നെ നമുക്ക് വേഗത്തിൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് ചില പുതിയ ചിന്തകൾ അതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിനകത്ത് തന്നത് വളരെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ, എഴുതിയെടുക്കാവുന്ന ഭാഷയിൽ. എനിക്കറിയാം ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അനേകർ എഴുതിയെടുക്കുന്നുണ്ട്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എഴുതിയെടുക്കാത്തവർ അവരുടെ ഹൃദയത്തിൽ അത് കരസ്ഥമാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ കഴിയും നിശ്ചയമായിട്ടും. കേൾക്കുന്ന വചനങ്ങൾ വിശ്വാസമായി നമ്മുടെ ഹൃദയത്തിനകത്ത് പരിണമിച്ചാൽ ഒരു ശക്തിക്ക് നിങ്ങളെ തകർക്കാൻ കഴിയില്ല. വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്ന അത്രമാത്രം വലിയതാണ്. ഈ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാൻ ഒരു യോഗ്യത എനിക്കുണ്ടായിരുന്നില്ല. ഏകദേശം 8 വർഷത്തോളം നിരന്തരമായ ദൈവത്തിൻ്റെ വചനം രാവും പകലും പഠിച്ചതിൻ്റെ, അങ്ങനെ ആഗ്രഹിച്ചതിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്ന് ഈ പുൽപ്പിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്നത്. സങ്കീർത്തനകാരൻ പറഞ്ഞതുപോലെ അവൻ്റെ മനോഹരത്വം കാണാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹമായിരുന്നു വചനം നന്നായി പഠിക്കണമെന്ന്. അതിനുള്ള വഴി ദൈവം തുറന്നു തന്നു. ആഗ്രഹങ്ങളെ ദൈവം മാനിച്ചു. നിങ്ങളുടെ ഹൃദയത്തിൽ വചനം പഠിക്കണം. വചനത്തിനെതിരെ തകർക്കാൻ ഒരു ശക്തിക്കും നിങ്ങളെ സാധ്യമല്ല. കാരണം വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്. വചനം അതകത്തേക്ക് കയറും തോറും നിങ്ങളുടെ ആന്തരികമായ മനുഷ്യൻ ബലം പ്രാപിക്കുന്നു. സങ്കീർത്തനം നമ്മൾ പറഞ്ഞ പോലെ മേൽക്കുമേൽ മേൽക്കുമേൽ. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ ബലം പ്രാപിക്കുന്നു. അപ്പോൾ പുറമെയുള്ള മനുഷ്യന് ക്ഷയവും മാലിന്യവും വാട്ടമൊക്കെ സംഭവിക്കാം. പക്ഷെ അകമയുള്ള മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ബലം പ്രാപിക്കുന്നു.
അപ്പോൾ അകമയുള്ള മനുഷ്യൻ എന്ത് ചെയ്യണം? ബലം പ്രാപിക്കണം. അകമയുള്ള മനുഷ്യൻ ബലം പ്രാപിക്കുന്നതിനുള്ള ആഹാരം എന്താ? ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം അകത്ത് ചെല്ലുമ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് മാറ്റം വരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം അകത്ത് ചെല്ലുമ്പോൾ പിശാചിന് നമ്മുടെ അകത്തിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ വചനം തുറന്നു കൊടുക്കുന്നൊരു വാതിലായി നമ്മുടെ ഹൃദയം മാറണം. പൗലോസ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ലുദിയ വളരെ ശ്രദ്ധയോടുകൂടെ എന്ത് ചെയ്തു? ആ വചനം കേട്ടു, അല്ലേ? ലുദിയായുടെ ജോലി എന്തായിരുന്നു? രക്താംബരം വിൽക്കുക, അല്ലേ? രക്താംബരം എന്ന് പറയുന്ന അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രമാണ്. ആ രക്താംബരം വിറ്റുകൊണ്ടിരുന്ന ലുദിയയുടെ ഹൃദയത്തെ പൗലോസ് പറഞ്ഞ വചനം അവൾ കേട്ടപ്പോൾ, അല്ലേ, കേട്ടപ്പോൾ ദൈവം അവളുടെ ഹൃദയത്തെ എന്ത് ചെയ്തു? തുറന്നു. അപ്പോൾ ദൈവം ഹൃദയത്തെ തുറന്നാൽ മാത്രമാണ് ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ഹൃദയത്തിനകത്ത് ക്രിയ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എനിക്ക് കേൾക്കണം, ദൈവത്തിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കണം എന്നുള്ള ആഗ്രഹത്തോടെ വേണം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ. അങ്ങനെ ഇരുന്നാൽ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യും. നിങ്ങളൊന്നും ചെയ്യേണ്ട, വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യും. നമുക്കൊന്നും ചെയ്യാനില്ല. ദൈവം എന്ത് ചെയ്യും? അതിൻ്റെ പ്രവൃത്തി ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യാൻ പോകുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ശാഠ്യവും ദുരഭിമാനമുള്ളൊരു തലമുറ, നമ്മളതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്, അല്ലേ? ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യരുത്. സഹോദരിമാരെ, സഹോദരന്മാരെ, ശാഠ്യവും ദുരഭിമാനം കൊണ്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ എന്ത് ചെയ്യണം? ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. അപ്പൊ ശാഠ്യവും ദുരഭിമാനവും, യാക്കോബിന്റെ ലേഖനം 3-16 വാക്യത്തിൽ അതേ വാക്യം തന്നെ എടുത്ത് യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്. അസൂയയും സ്വാർത്ഥാഭിലാഷവും നിലനിൽക്കുന്നിടത്ത് അസ്വാസ്ഥ്യവും എല്ലാ തിന്മകളും അനിവാര്യമായി ഉയർന്നു വരും, അല്ലേ? നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഭൗമികമായ ജ്ഞാനവും ദൈവികമായ ജ്ഞാനം പഠിച്ചപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഭൗമികമായ ജ്ഞാനത്തിൽ നിന്ന് ഉടലെടുക്കുന്നതും ദൈവികമായ ജ്ഞാനത്തിൽ നിന്ന് ഉടലെടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ യാക്കോബ് പറയുന്നത് എങ്ങനെയാണ്? അസൂയയും സ്വാർത്ഥ അഭിലാഷവും നിലനിൽക്കുന്നിടത്ത് എന്തുണ്ടാവുന്നു? അസ്വസ്ഥതയും എല്ലാ തിന്മകളും എന്ത് ചെയ്യും? ഉയർന്നു വരും. വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം എല്ലാം ഒരു ക്രമവും ചന്തവും ഉചിതവും ചട്ടവുമായൊരു ജീവിതമാണ്. ദൈവവചനം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതാത് കാലഘട്ടങ്ങളിൽ അതാത് ദൈവദാസന്മാർ, പ്രവാചകന്മാർ, പുരോഹിതന്മാർ, മുഖ്യന്മാരായ കർത്താവിൻ്റെ ശിഷ്യന്മാർ, അങ്ങനെ അനേകം വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം പരിശുദ്ധാത്മാവിനാൽ എഴുതി ചേർക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിന് എല്ലാം ഒരു അടുക്കും ചിട്ടയും ഉണ്ട്, അല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ഈ അടുക്കും ചിട്ടയും ഇല്ലാതിരിക്കുമ്പോഴാണ് ഡിസോർഡർ വരുന്നത്. എന്ത് വരുന്നത്? ഡിസോർഡർ. നന്നായി പ്രാർത്ഥിക്കേണ്ട സമയം പ്രാർത്ഥിക്കില്ല, നന്നായി ഉപവസിക്കാൻ ലഭിക്കുന്ന സമയം നമ്മൾ ഉപവസിക്കില്ല, നമ്മൾ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. നന്നായി ആരാധിക്കേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? മിണ്ടാതിരിക്കും. എന്നിട്ട് രോഗം വരുമ്പോൾ നമ്മൾ കർത്താവിനെ വിളിക്കും. നമ്മുടെ ശരീരം കൊണ്ട് ആരാധിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ദൈവം എല്ലാത്തിനൊരു സമയം ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും വെച്ചിട്ടുണ്ട്, അല്ലേ? ആ സമയത്ത് നമ്മളെല്ലാം ദൈവം വെച്ചിരിക്കുന്ന ക്രമത്തിനും ദൈവം വെച്ചിരിക്കുന്ന ചന്തോചിതമായ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഓർഡർ പ്രകാരം ജീവിക്കുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്താ അനുഗ്രഹം ഇല്ലാത്ത എന്ന് നമ്മൾ ചിന്തിക്കും. അതിനുള്ള ഉത്തരവ് ഒന്നേ ഉള്ളൂ: നമ്മൾ ദൈവത്തിൻ്റെ ഓർഡർ പ്രകാരം എന്ത് ചെയ്യുന്നില്ല? ജീവിക്കുന്നില്ല. സ്തോത്രം. നമ്മൾ നമ്മുടെ അഭിലാഷം എന്ത് ചെയ്യുന്നു? പലപ്പോഴും ഉയർത്താനും പറയാനും ശ്രമിക്കുന്നു. പക്ഷെ നമ്മുടെ അഭിലാഷമല്ല ദൈവത്തിൻ്റെ അഭിലാഷം. നമ്മുടെ സമയമല്ല ദൈവത്തിൻ്റെ സമയം. നമ്മുടെ ആഗ്രഹമല്ല ദൈവത്തിൻ്റെ ആഗ്രഹം. കാരണം നമ്മുടെ സമയം ദൈവത്തിൻ്റെ സമയം തമ്മിൽ വളരെ അന്തരമാണ്, അല്ലേ? വിതയ്ക്കാനൊരു കാലം, അല്ല, കൃഷിക്കാരൻ വിതയ്ക്കുന്ന ഒരു കാലമുണ്ട്, അല്ലേ? ഈ വിതച്ച് കഴിഞ്ഞ കൃഷിക്കാരൻ
പിറ്റേ ദിവസം തന്നെ അത് മുള വന്ന് ഫലം കായ്ക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം എല്ലാത്തിനും അതാതിൻ്റെതായ സമയമുണ്ട്. ഈ സമയത്ത് ക്ഷമയുടെയും ആശ്രയത്തിൻ്റെയും വഴിയിൽ നമ്മൾ കർത്താവിനെ അറിയണം. എന്ത് ചെയ്യണം? ക്ഷമ വേണം. ക്ഷമ മാത്രം പോരാ, എന്ത് വേണം? കർത്താവിലുള്ള ആശ്രയം വേണം. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ശബ്ദം ഒന്നില്ലെങ്കിൽ നമ്മുടെ സ്വയത്തിൻ്റെ ശബ്ദമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദം പൈശാചികമായ ശബ്ദമായിരിക്കും. ഈ പൈശാചികമായ ശബ്ദവും സ്വയത്തിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നിറവേറ്റാനല്ല, ജഡത്തിൻ്റെ അഭിലാഷങ്ങളെ നിറവേറ്റാൻ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? മോഹിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മോഹം ഗർഭം ധരിച്ച് എന്ത് ചെയ്യുന്നു? പാപം പ്രസവിക്കും. പക്ഷേ ഇതിനകത്ത് ഒരു ദൈവവൈതനെ സംബന്ധിച്ച് ഈ കേൾക്കുന്ന ശബ്ദം ക്ഷമയുടെയും ആശ്രയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ വ്യക്തമായും നമ്മെ ഉപദേശിച്ച് നമ്മൾ നടത്തേണ്ടുന്ന വഴി നമുക്ക് വ്യക്തമായും പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. ഈ കാണിച്ചു തരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമ്മൾ താന്നിരിക്കണം. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമ്മൾ താണിരിക്കുമ്പോൾ ദൈവം നമ്മളെ ക്ഷമ പഠിപ്പിക്കും, ആശ്രയം പഠിപ്പിക്കും. ഇതൊന്നുമില്ലാതെ വരുമ്പോൾ നമ്മൾ നമ്മുടെ സ്വാർത്ഥമായ അഭിലാഷങ്ങൾ ആഗ്രഹിച്ചിട്ട് നമ്മൾ മുൻപോട്ട് പോകും. അതെല്ലാം വലിയ വിപത്തുകളിലേക്കും പരാജയത്തിലേക്കും കടന്നു പോകും. അതുകൊണ്ട് ക്ഷമയുടെയും ആശ്രയത്തിൻ്റെയും പാതയിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 37-ാം സങ്കീർത്തനം അതിൻ്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? 37-ാം സങ്കീർത്തനം അതിൻ്റെ 3 മുതൽ 8 വരെയുള്ള വാക്യം. ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. കണ്ടോ, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിന്റെ വഴി യഹോവയിൽ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. പ്രകാശിപ്പിക്കും. യഹോവയുടെ മുമ്പാകെ, കണ്ടോ, യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. നീ മുഷിയരുത്, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ചേൻ. 37-ാം സങ്കീർത്തനം ദാവീദ് എഴുതുമ്പോൾ, ദാവീദ് എഴുതുന്ന സാഹചര്യത്തിനകത്ത് രാജാവ് ദാവീദല്ലായിരുന്നു, ശൗലായിരുന്നു. ശൗലിന്റെ കർത്തൃത്വത്തിന് കീഴിലായിരുന്നു ആരും ഉണ്ടായിരുന്നത്? ദാവീദ് ഉണ്ടായിരുന്നു. ദാവീദിനെ കൊല്ലുവാൻ ശൗൽ കുന്തവും വാളും പരിചയമൊക്കെ എടുത്ത് കിട്ടാവുന്ന സമയത്തെല്ലാം ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിനെ കൊല്ലുവാൻ പരമാവധി ശ്രമിച്ചു, ഇല്ലേ? പക്ഷേ നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ദാവീദ് തിരിച്ചൊന്നും ശൗലിനെതിരെ ചെയ്തില്ല. എന്താ അവിടെ അതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം? പരിശുദ്ധാത്മാവിൽ നമ്മൾ ആ കാര്യങ്ങളെ മനസ്സിലാക്കണം, വ്യക്തമായി മനസ്സിലാക്കണം. ജഡത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കുന്ന ഒരു ദൈവവൈതനെ സംബന്ധിച്ച് സാഹചര്യങ്ങൾ അവൻ അനുകൂലമല്ലെങ്കിലും, പ്രതീക്ഷിക്കാൻ അവന്റെ ജീവിതത്തിൽ ഒന്നും വകയില്ലെങ്കിലും, അവനായി കാത്തിരുന്നാൽ, അവന്റെ ബലമുള്ള കരങ്ങളിൽ താണിരുന്നാൽ, മുഷിഞ്ഞു പോകാതെ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന ഒരു നിമിഷം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് 37-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നമുക്ക് കോപം വെടിഞ്ഞ് നമുക്ക് കർത്താവിൽ ആനന്ദിക്കാം, അവൻ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ തക്ക സമയത്ത് അവൻ സാധിപ്പിക്കും.
ഇന്ന് പകൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ തക്ക സമയത്ത് സാധിപ്പിക്കുന്നൊരു ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ആഗ്രഹത്തിനുള്ള മറുപടി കിട്ടിയില്ലേ, നമ്മൾ മുഷിയണ്ട, നമ്മൾ ക്രോധത്തോടെ കോപത്തോടെ നമ്മൾ ദൈവത്തോട് നിലവിളിക്കേണ്ട, നമ്മൾ പെറുപിറുക്കണ്ട. ദൈവം നിൻ്റെ ജീവിതത്തിൽ സാധ്യമാക്കുന്ന ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിനകത്ത് തോന്നാത്ത ഒരു വലിയ മഹത്വം നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരുത്തേണ്ടതിന് നീ കർത്താവിൽ ക്ഷമയോടെ ആശ്രയിച്ചാൽ ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു മറുപടി നൽകുന്നൊരു സമയം ഉണ്ട്. അതുകൊണ്ട് എന്ത് വേണം? യഹോവയിൽ പ്രത്യാശ വെക്കണം. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, നിന്റെ ഹൃദയം ധൈര്യപ്പെട്ടിരിക്കട്ടെ, നിന്റെ ഹൃദയത്തിനകത്ത് കർത്താവിനെ പാടട്ടെ. ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി ഒരു സമയം എന്ത് ചെയ്തിരിക്കുന്നു? ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കോപവും ക്രോധവും വെടിയാം, സ്വാർത്ഥമായ നമ്മുടെ അഭിലാഷങ്ങൾ നമുക്ക് വെടിയാം, ദൈവത്തിന്റെ ആഗ്രഹത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. കാത്തിരിക്കാം. ദൈവം തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉത്തരം തരുന്ന ദൈവമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാത്തിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല, ക്ഷമയില്ല, നമ്മൾ ഭാരപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. മഹാനായ അത്ഭുതവാനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കീടങ്ങളായ നമ്മൾ നിന്ന് നമ്മൾ വെല്ലുവിളിക്കുകയാണ്. നോ, കർത്താവിനെ പാദപ്പെടുത്തെങ്കിൽ കാത്തിരിക്കുക. അവൻ നിനക്ക് വേണ്ടി ഒരു സമയം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധികളുടെ നടുവിലും കാത്തിരിക്കുന്ന ഒരു ഭക്തന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ വലിയതാണ്. അത് ഞാൻ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് സഭയോടൊന്ന് പകൽക്കാലം ദൂത് പറയാണ്. ഇപ്പോൾ കാണുന്നത് പോലെയല്ല, ഈ സാഹചര്യങ്ങൾ മാറും. മാറ്റുന്നൊരു ദൈവത്തിന്റെ മുമ്പാകെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത്. അത് ധൈര്യത്തോടെ പ്രത്യാശയോടെ കാണാൻ നമുക്ക് കഴിയണം. കാരണം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നാം മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും ബലഹീനതയുമായിട്ട് നമ്മൾ പോരാടുമ്പോൾ നമ്മുടെ യഥാർത്ഥ പോരാട്ടം ആളുകൾക്കെതിരെയല്ല. അതുകൊണ്ട് നമ്മൾ ആരെയും ശപിക്കണ്ട, നമ്മൾ അനുഗ്രഹിച്ചാൽ മതി. ഹല്ലേലൂയ. കാരണം അതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ശത്രുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കും. ദൈവം കാര്യങ്ങളെ മാറ്റും, ദൈവം കാര്യങ്ങളെ ക്രമീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വൃക്ഷം കർത്താവ് നട്ടിട്ടുണ്ടെങ്കിൽ അത് മുളയ്ക്കാൻ ഒരു സമയമുണ്ട്, അത് വളരാൻ ഒരു സമയമുണ്ട്, കിളിർക്കാൻ ഒരു സമയമുണ്ട്. ഞാൻ ആത്മാവിൽ പറയുന്നു, ഈ പട്ടണത്തിന്റെ നടുവിൽ ദൈവം ഈ സഭയെ നട്ടിട്ടുണ്ടെങ്കിൽ അത് കിളിർക്കാനും അത് വളരാനും അത് ഫലം കാക്കാനും അനേകരുടെ ജീവിതത്തിൽ അത് പകർച്ചയുടെ പാത്രങ്ങളായി മാറ്റുവാനും ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. അത് നിശ്ചയമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവേ, നിങ്ങളുടെ ബലമുള്ള കരങ്ങളിൽ ഞങ്ങൾ താണിരിക്കുന്നു. ഇന്ന് പകലിൽ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അതുകൊണ്ട് നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ശത്രുവിനെ നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഇന്ന് പകലിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ആത്മീകമായ ഐക്യത്തിന് എതിരെ പ്രവർത്തിക്കുന്ന 3 ആത്മീയ ശത്രുക്കളെ കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ 3 വ്യക്തികളിലൂടെ ശത്രു പ്രവർത്തിച്ച 3 കഥാപാത്രങ്ങളിലൂടെ ശത്രു പ്രവർത്തിച്ച ചില ആത്മീകമായ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ആത്മീക ഐക്യത്തിനെതിരെ തടയുന്ന ഒരു ശത്രുവുണ്ട്, അല്ലേ? കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ. ഐക്യത്തെ തടയുന്ന ചില ശത്രുക്കളുണ്ട്. അതാണ് ഭിന്നിപ്പിന്റെയും കലക്കത്തിന്റെയും ആത്മാക്കൾ. ബൈബിളിനകത്ത് നിന്ന് ചില കഥാപാത്രങ്ങളെ അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന് വളരെ ശാന്തമായിട്ട് നമ്മൾ ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഭിന്നിപ്പിന്റെയും കലക്കത്തിന്റെയും ആത്മാക്കൾക്ക് നമ്മൾ എപ്പോഴും ചിന്തിക്കണം, മനുഷ്യനല്ല, ശത്രുവായിരിക്കുന്ന പിശാച്, അവൻ്റെ ദൂതന്മാർ, അവൻ്റെ ആത്മീയ സംഘം, വാഴ്ചകൾ, അധികാരങ്ങൾ. സ്തോത്രം. ഇതിനെ നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ട് വേണം ഈ കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിൽ പഠിക്കാൻ. സ്തോത്രം. ഈ ഭിന്നിപ്പിന്റെയും കലക്കത്തിന്റെയും ആത്മാക്കൾ, ഈ ആത്മാക്കളുടെ സ്വഭാവം ലക്ഷ്യം ഒന്ന് തന്നെയാണ്. കാരണം ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുക, ദൈവസഭയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുക.
ആത്മീക ഐക്യതയെ തടയുക, ആത്മീകമായ അനുഭവങ്ങളെ തകർത്ത് കളയുക. ഇതാണ് ഈ ആത്മാക്കളുടെ പ്രത്യേകത. സ്തോത്രം. യൂദായുടെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ യൂദ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. യൂദായുടെ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. സ്വന്തം അധികാരം നിലനിർത്താതെ, വായിച്ചേ വേഗത്തിൽ, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ, ആ വാക്യത്തിനകത്തൊരു ആത്മീയ അർത്ഥമുണ്ട്. നാം നമ്മുടെ ശരിയായ വാസസ്ഥലം വിട്ടുപോകുമ്പോൾ, നിലനിർത്താതെ വിട്ടുപോകുമ്പോൾ, അങ്ങനെ നിലനിർത്താതെ വിട്ടുപോയി ആ ധാർമ്മികമായ വേഷം നമ്മൾ തേടുമ്പോൾ, വചനം പറയുന്നു, ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, യഥാർത്ഥമായ വാസസ്ഥലം, യഥാർത്ഥമായ പ്രവർത്തികൾ, യഥാർത്ഥമായ അനുഭവം ശത്രു നമ്മിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതാണ് പിശാചിന്റെ പ്രവൃത്തി. ദൈവസഭയ്ക്കകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വ്യാഖ്യാനിക്കാം: സഭയാകുന്ന ശരീരത്തിനകത്ത് ഓരോ അവയവങ്ങൾക്കും ദൈവം മഹത്വം കൽപ്പിച്ചിരിക്കുന്നു. അത് അതാതിൻ്റെ നിലവാരത്തിനനുസരിച്ച്, നിയോഗത്തിനനുസരിച്ച് ഈ ശരീരത്തിൻ്റെ സ്തോത്രം തലയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ശരീരം എന്ത് ചെയ്യുള്ളൂ, നിലനിൽക്കത്തുള്ളൂ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? കണ്ണ് വിചാരിക്കുകയാണ് എനിക്ക് കാലിൻ്റെ സ്ഥാനം ഏറ്റെടുക്കണം, കാല് വിചാരിക്കുകയാണ് ഞാൻ കൈയിൻ്റെ സ്ഥാനം ഏറ്റെടുക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചത് നോക്കി, നിങ്ങളുടെ മനോഭാവത്തിനകത്ത് ഈ കാല് ഇവിടെ ഇരുന്നാൽ, ഈ കൈ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം ശരീരമാകുന്ന സഭയിലെ അംഗങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവരെ നിർത്തിയിരിക്കുന്ന യഥാർത്ഥമായ വാസസ്ഥലം സൂക്ഷിക്കാനാണ്. ഇത് സൂക്ഷിക്കാതിരിക്കുമ്പോൾ കയ്യിന് തോന്നുകയാണ് കാലിനേക്കാൾ എന്നാ കാല് നടക്കുന്നത് പോലെ ഞാനൊന്ന് നടന്നാലോ എന്ന് തോന്നുകയാണ്. ചുമ്മാ വെറുതെ തോന്നുക. കാല് വിചാരിക്കുകയാണ് കൈ ആയിരിക്കുന്നത് പോലെ ആയിരുന്നാൽ കുഴപ്പമില്ലല്ലോ, നമുക്കിടെ ഇങ്ങനെ എടുത്ത് ഭക്ഷണം കഴിക്കല്ലേ വേണ്ടു. മറ്റേതാകുമ്പോൾ നടക്കുക എന്ന് പറഞ്ഞ് ഭയങ്കര പ്രവൃത്തിയല്ലേ, ഈ ശരീരത്തെ വഹിച്ചുകൊണ്ട് നടക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓരോ അവയവങ്ങൾക്കും ശരീരത്തിൽ ദൈവം ഒരു സ്ഥാനം ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സഭയായിരിക്കുന്ന ശരീരത്തിലെ അവയവങ്ങൾക്കും ദൈവം അതാതിൻ്റെ സ്ഥാനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. ഈ സ്ഥാനത്തിനനുസരിക്കാതെ, ഈ സ്ഥാനത്തെ മറുതലിച്ചുകൊണ്ട്, ഈ സ്ഥാനത്തിനെതിരായി പ്രവർത്തിച്ചുകൊണ്ട് ആര് നീങ്ങിയാലും അവർ വാസസ്ഥലം ഉപേക്ഷിച്ച ദൂതന്മാരെ പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ എന്തു വേണം? നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നമ്മൾ മുൻപോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മളെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ അങ്ങനെ ഒരു നിലപാടിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവ് വ്യക്തമായി ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ കടന്നുപോയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ നിലനിൽക്കാത്ത അധികാരങ്ങൾക്കെതിരെ മത്സരിച്ച ചില കഥാപാത്രങ്ങളെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അധികാരം കവർന്നെടുക്കുകയും ദൈവത്തിൻ്റെ ജനത്തെ ഭിന്നിപ്പിക്കുകയും ചെയ്ത വ്യക്തികളുടെ 3 ഉദാഹരണങ്ങൾ പഴയ നിയമത്തിൽ കാണാം. അതിലൊന്നാണ് കോരഹ്, 2 അബ്ശാലോം, 3 ജസബേൽ. ഈ 3 കഥാപാത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അത് ചിന്തിക്കാൻ മുഴുവൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഈ ചിന്തയുടെ സ്തോത്രം ഏകദേശം നമുക്കിനി ഒരു 3/4 മണിക്കൂർ, അരമണിക്കൂർ സമയമാണ്. അതിനകത്ത് തന്നെ ചില വ്യക്തികളെക്കുറിച്ച് പെട്ടെന്ന് പറഞ്ഞ് ഈ 3 വ്യക്തികളെക്കുറിച്ച്
ഞാൻ പറയാൻ കൂടുതൽ ശ്രമിക്കാം. ഒന്ന്, ദ സ്പിരിറ്റ് ഓഫ് കോരഹിന്റെ ആത്മാവ്. കോരഹിന്റെ ആത്മാവ്, ഞാൻ ആ കോരഹിനെ ഇങ്ങനെ വിളിക്കുന്നു, എല്ലാം ആഗ്രഹിക്കുന്ന നേതാവ്. യൂദായുടെ ലേഖനം 1:11 വാക്യം ഒന്ന് വായിച്ചേ. യൂദായുടെ ലേഖനം 1:11 വാക്യം. അവർക്ക് അയ്യോ കഷ്ടം, അവർ കൈയിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു. കോരഹിന്റെ മത്സരത്തിൽ നശിച്ചുപോയി. ഒന്നാമത്തെ സ്പിരിറ്റിന്റെ പേരാണ് കോരഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോരഹിന്റെ ആത്മാവ്. കോരഹിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ആത്മാവുണ്ടോ എന്ന് ചിന്തിക്കും. സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കോരഹിന്റെ സ്വഭാവമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ഭാഷയിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, 7 സൈനുകൾ, ഈ കോരഹിലൂടെ പ്രവർത്തിച്ച 7 സൈനുകൾ, ദൈവത്തിനെതിരായി മത്സരിച്ച 7 സൈനുകൾ, അടയാളങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് ഈ കോരഹ് ആരാണ്, ഈ കോരഹ് എന്ന് പറയുന്ന കഥാപാത്രം ബൈബിളിൽ ആരാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഒരു ചെറിയ വിശദീകരണം കോരഹിനോടുള്ള ബന്ധത്തിൽ തരാനായിട്ട് ഉദ്ദേശിക്കുന്നു. സംഖ്യാപുസ്തകം 16 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഈ കോരഹിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. സംഖ്യാപുസ്തകം 16 അധ്യായത്തിനകത്ത് അവൻ ആരാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ വിശദീകരണം തന്നിട്ട് ഈ വ്യക്തിയിലൂടെ പ്രവർത്തിച്ച ദുരാത്മാവിൻ്റെ ചില സ്വഭാവ സവിശേഷതകളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. പഴയ നിയമത്തിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ കോരഹ്. സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു ലേവ്യനായിരുന്നു. ശ്രദ്ധിക്കണം, ലേവ്യനായിരുന്നു. ആലയത്തിൽ പുരോഹിത പ്രവൃത്തി ചെയ്തിരുന്ന ലേവ്യനായിരുന്നു. മോശയ്ക്കെതിരെ കലാപം നടത്തിയതിലൂടെയാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെടുന്നത്. മോശയ്ക്കെതിരെ കലാപം നടത്തിയതിലൂടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോശയുടെയും അഹ്റോന്റെയും ഒരു കസിനായിട്ട് വരും ഈ കോരഹ്. സ്തോത്രം എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൽ കണ്ടൊരു കാര്യം, ഈ കോരഹിനോടൊപ്പം മത്സരിച്ച 250 പ്രഭുക്കന്മാരെ ഈ കോരഹ് എന്ത് ചെയ്തു? കലാപത്തിലൂടെ വശീകരിച്ചു. സ്തോത്രം. ഇതിനകത്തൊരു ആത്മീക ദൂത് ഞാനിന്ന് പകൽക്കാലം പറയാം. നമ്മൾ മത്സരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മാത്രമല്ല മറ്റുള്ളവരെയും കൂടി ഇത് ബാധിക്കുന്നു എന്ന് നമ്മൾ ആത്മാവിൽ മനസ്സിലാക്കണം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്താൽ നിയോഗിതമായ ഒരു നേതൃത്വത്തിനെതിരെ മത്സരിക്കുന്ന കോരഹിനെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ 16 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സംഖ്യാപുസ്തകം 16 അധ്യായം അതിൻ്റെ 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ഹല്ലേലൂയ. 16 അധ്യായം അതിന്റെ 31 മുതൽ. അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. ഭൂമി വായ് തുറന്ന് അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. ദൈവത്താൽ നിയോഗിതമായ ഒരു നേതൃത്വത്തെ വെല്ലുവിളിക്കാൻ ആരംഭിച്ചവരുടെ സ്ഥിതി എന്താണെന്ന് കോരഹിന്റെ ചരിത്രം വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. എന്താണ് സഭയ്ക്കുള്ള ദൂത് ഇതിനകത്തുനിന്ന്? നമ്മുടെ ജീവിതത്തിനകത്ത്, ക്രിസ്തീയ ജീവിതത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളെ, ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങളെ നമ്മൾ മാനിച്ചില്ലെങ്കിൽ, അവർക്ക് കൊടുക്കേണ്ടതായ ബഹുമാനങ്ങൾ നമ്മൾ കൊടുത്തില്ലെങ്കിൽ, കോരഹിന്റെ കഥ പഠിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. ഇത് സഭയ്ക്ക് ഒരു ദൃഷ്ടാന്തമാണ്, നമ്മൾ മറന്നു പോകരുത്. കോരഹിന്റെ പ്രത്യേകത, ദൈവത്താൽ നിയമിതമായ നേതൃത്വത്തിനെതിരെ, അതിൻ്റെ ഘടനയ്ക്കെതിരെ, മോശയ്ക്കെതിരെ ചില പ്രഭുക്കന്മാരെ വശീകരിച്ച് പരാതിപ്പെടുന്നതായ രംഗം 16 അധ്യായം 3 വാക്യം തൊട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. 16 അധ്യായം അതിന്റെ 3 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചേ. സ്തോത്രം. മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി അവരോട്, മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, യഹോവ അവരുടെ മധ്യേ ഉണ്ട്. പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മോശ കവിണ്ണു വീണു. സത്യം പറയുമ്പോഴവരെ, ദൈവം വെച്ച അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് മോശ.
മോശയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് അവൻ സൗമ്യനായ മനുഷ്യനെന്ന, അല്ലേ? ദൈവം വെച്ചിരിക്കുന്ന അധികാര സ്ഥാനത്തിനെതിരെ ലേവ്യനായ, നിങ്ങൾക്ക് ശ്രദ്ധിക്കണം, ആലയത്തിൽ ഒരുമിച്ച് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് ലേവ്യ. ആ ലേവ്യനായ വ്യക്തി എന്തു ചെയ്യുന്നു? മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നു, അഹറോനെതിരെ പിറുപിറുക്കുന്നു. പിറുപിറുത്തുകൊണ്ട് പറയുന്ന കാര്യമാണ് ആ 3-ാമത്തെ വാക്യം. അവൻ മോശയ്ക്കും അഹറോനും വിരോധമായി കൂട്ടം കൂടി അവരോട് മതി മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, യഹോവ അവരുടെ മധ്യയുണ്ട്. പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ആർക്കെതിരെ ഉയർത്തുന്നേ? വാസ്തവത്തിൽ മോശ സഭയ്ക്കെതിരെ എന്തെങ്കിലും ഉയർത്തുന്നുണ്ടോ? ഇല്ല. മോശ ഇവിടെ തെറ്റുകാരനാണോ? അല്ല. കോരഹിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ മത്സരിക്കുന്നത് മോശയല്ല. കോരഹ അവന്റെ സ്വഭാവത്തിലും രീതിയിലും മോശയേക്കാൾ, മോശയുടെ സ്ഥാനത്തേക്കാൾ വലിയവനാകാൻ നോക്കുന്നു. ഇതിനെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് സ്വാർത്ഥമായ അഭിലാഷം. പ്രൈസ് ദി ലോർഡ്. എന്ത് സംഭവിച്ചു? ഭൂമി പിളർന്ന് കോരഹും അവൻ്റെ കുടുംബവും എന്ത് ചെയ്തു? നശിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ 7 പ്രത്യേകതകൾ, കോരഹിൻ്റെ സ്പിരിറ്റ് സഭയ്ക്കകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ 7 പ്രത്യേകതകൾ ഞാൻ പറയാം. അതിൽ 1-ാമത്തെ പ്രത്യേകത റിബല്യൻ സ്പിരിറ്റ്, മത്സരത്തിൻ്റെ ആത്മാവ്. കോരയെ പോലെ മത്സരബുദ്ധിയുള്ളൊരു വ്യക്തി അധികാരത്തെയും സ്ഥാപിത നേതൃത്വത്തെയും എപ്പോഴും വെല്ലുവിളിക്കും. പലപ്പോഴും അവർ അധികാര സ്ഥാനങ്ങൾ തങ്ങൾക്ക് വേണ്ടി പിടിച്ചടക്കാൻ ശ്രമിക്കും. അതിനാൽ കോരയുടെ ആത്മാവുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകും. സ്തോത്രം. വാസ്തവത്തിൽ മത്സരം നല്ലതാണോ? അല്ല. ഒരു വാക്യം ഞാൻ തരാം. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 23-ാമത്തെ വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്. ഹല്ലേലൂയ. മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. നമ്മൾ എവിടുന്നാ ചിന്തിച്ച്? ശാഠ്യത്തിൽ നിന്നാണ് ചിന്തിച്ചത്. ആ വാക്യമാണ് കടന്നു വരുന്നത് കേട്ടോ. മത്സരം ആഭിചാരം ദോഷം പോലെയും ശാഠ്യം. അപ്പൊ കലാപമുണ്ടാക്കുന്നത് വചനം പറയുന്നു ആഭിചാരമാണ്. മത്സരം കടന്നു വരുന്നത് ആഭിചാരദോഷം പോലെയാണ്. ശാഠ്യം മിഥ്യാപൂജയാണ്, അതൊരു വിഗ്രഹാരാധനയാണ്. അങ്ങനെ ഒരു വ്യക്തി സഭയിലോ സമൂഹത്തിലോ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവരിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവല്ല. ആ ഒരു വ്യക്തിയിൽ മത്സരിക്കുന്ന ഒരു ആത്മാവുണ്ട്. അപ്പോ ദൈവത്തിനെതിരെ മത്സരിക്കുന്ന ആത്മാവിന്റെ 1-ാമത്തെ പ്രത്യേകത റിബല്യൻ സ്പിരിറ്റ്, ദ സ്പിരിറ്റ് ഓഫ് റിബല്യൻ, മത്സരത്തിന്റെ ആത്മാവ്. ഇനി 2-ാമത്തെ പ്രത്യേകത, ആത്മാവിന്റെ പ്രത്യേകത പറയാം. ജലസി ആൻഡ് എൻവി, ദ സ്പിരിറ്റ് ഓഫ് ജലസി ആൻഡ് എൻവി, അസൂയയും കുശുമ്പും. അസൂയയും നമ്മൾ വാക്യ വായിച്ചതിലേക്ക് വരാം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യാക്കോബ് 3:16. സ്തോത്രം. യാക്കോബ് 3:16. ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് അത് ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ ആ ഭാഷാന്തരത്തിന് വ്യത്യാസമുണ്ട്. അവിടെ ദ സ്പിരിറ്റ് ഓഫ് ജലസി എന്ന് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയയും സ്വാർത്ഥതയും നിലനിൽക്കുന്നിടത്ത് എന്തുണ്ടാവും? ആശയക്കുഴപ്പവും തിന്മയും കലക്കവും ദുഷ്പ്രവൃത്തിയും ഒക്കെ ഉണ്ടാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? മറ്റൊരാളുടെ നന്മയെ കാണുമ്പോൾ നമുക്കെന്തുണ്ടാവും?
മറ്റൊരാളുടെ നന്മയെ കാണുമ്പോൾ, മറ്റുള്ളവർ നന്നായി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ, അല്ലേ, മറ്റുള്ളവർ നന്നായി ആരാധിക്കുന്നത് കാണുമ്പോൾ, മറ്റുള്ളവർക്ക് നല്ല നന്മകളുണ്ടാവും, നമുക്കിന്നുണ്ടാവും. നമ്മുടെ ജഡത്തിലൊരു വാസന വരും. അതിനെ പറയുന്നതാണ് അസൂയ. മനസ്സിലായോ? മനസ്സിലായോ? ഞാൻ പറയുന്ന ലളിതമല്ലേ? ഈ അസൂയ വരുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നല്ല. അങ്ങനെയാണെങ്കിൽ ഒരു വാക്യം കൂടി വായിക്കും. ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. നീരസം മൂടനെ കൊല്ലുന്നു, ഈർഷ്യ മൂടനെ ഹിംസിക്കുന്നു. ഈർഷ്യ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ അസൂയ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നീരസം ഭോഷനെ കൊല്ലുന്നു, അസൂയയോ മൂടനെ നിസാരനെ കൊല്ലുന്നു. ഇനി സദൃശവാക്യം 14-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിക്കാൻ. സദൃശവാക്യം 14-ാം അധ്യായം 30-ാമത്തെ വാക്യം. സ്തോത്രം. 14:30. ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ. കണ്ടോ? അസൂയയോ? അപ്പൊ സമാധാനം വേണോ? എന്ത് വേണം? ശാന്ത മനസ്സ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ പാടില്ല എന്നാ പച്ച മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിനകത്ത് സ്വസ്ഥതയും സമാധാനവും നമുക്ക് ലഭിക്കാതിരിക്കുന്നതിന്റെ കാരണം പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മിൽ നിന്ന് വിട്ടുപോയി എന്ന് നമ്മൾ അറിയുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് എപ്പോഴും സമാധാനത്തിന്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് എപ്പോഴും സമാധാനമുള്ള ഹൃദയത്തിൽ വസിക്കുന്നു. അതുകൊണ്ട് വചനം വളരെ വ്യക്തമായി പറയുന്നു, സമാധാനമുള്ള ഹൃദയം ശരീരത്തിന് എന്ത് ചെയ്യുന്നു? ജീവൻ നൽകുന്നു. എന്നാൽ അസൂയ. അപ്പൊ 2-ാമത്തെ അടയാളം ജലസി ആൻഡ് എൻവി, അസൂയയും കുശുമ്പും. ഇനി മൂന്നാമത്തെ കോരഹിന്റെ ആത്മാവിന്റെ 3-ാമത്തെ പ്രത്യേകത സംഖ്യാപുസ്തകം 16-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാം. പ്രൈഡ് ആൻഡ് അറഗൻസ്, അഹങ്കാരവും അഹംഭാവവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് പ്രൈഡ്. സദൃശവാക്യം 16:18. സദൃശവാക്യങ്ങൾ 16:18 വായിച്ചോ. അങ്ങനെ അവർ ഓരോരുത്തരും താൻ തന്റെ ധൂപകലശം എടുത്തിട്ട്. സദൃശവാക്യം 16:18. നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ എന്ത് ചെയ്യുന്നു? അപ്പൊ ഒരാൾക്ക് കോരഹിന്റെ ആത്മാവ് വന്നാൽ അവന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു അറിയോ? അഹങ്കാരം കയറും. അവരാണ് വലിയ പ്രധാനികൾ എന്ന് തോന്നും. ഇതാണ് ഈ അഹംഭാവത്തിന്റെ പ്രത്യേകത. ഞങ്ങൾ വലിയ ആളുകളാണ് എന്ന് തോന്നും. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പറയാം, ഞങ്ങൾ ഭയങ്കര വലിയ ശുശ്രൂഷകന്മാരെന്ന് തോന്നും അഹങ്കാരം വന്നാൽ. നിങ്ങളൊന്നും പറയണ്ട, എന്നെ കുറിച്ച് പറഞ്ഞാൽ മതി. നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. വലിയ ശുശ്രൂഷകനാ എന്ന് പറയുമ്പോൾ എന്നുണ്ടോ? മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കൊരു ചെറിയൊരു അല്ലേ കുളിർമയൊക്കെ വരും. നമ്മുടെ ശരീരമൊക്കെ ഒന്ന് കയറി, നമ്മുടെ രോമൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് അല്ലേ. ഇത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. പ്രൈഡാണ്, ദ സ്പിരിറ്റ് ഓഫ് പ്രൈഡ്. ഇത് നമ്മുടെ ജീവിതത്തിനകത്ത് വന്നാൽ വളരെ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ സ്തോത്രം, ഒരു പ്രധാനിയാകാൻ ഒരു മനുഷ്യൻ പുതിയ നിയമത്തിനകത്ത് ശ്രദ്ധിച്ചു. 3 യോഹന്നാന്റെ ലേഖനം, യോഹന്നാന്റെ 3-ാം ലേഖനം അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ 3-ാം ലേഖനം 9-ാമത്തെ വാക്യം. യോഹന്നാന്റെ 3-ാം ലേഖനം അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സഭയ്ക്ക് ഞാൻ ഒന്ന് എഴുതിയിരിക്കുന്നു, എങ്കിലും അവരിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയോത്രഫേസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. ദിയോത്രഫോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പുതിയ നിയമസഭയ്ക്കകത്തുണ്ടായിരുന്നു. ആ മനുഷ്യൻ സഭയ്ക്കകത്ത് നമ്മളെ പോലെ ആരാധിക്കാൻ കടന്നു വന്ന മനുഷ്യനാ. പക്ഷെ അദ്ദേഹത്തിന് എന്ത് വേണമെന്നറിയോ? സഭയിൽ വലിയ പ്രധാനിയാവണം, പ്രമാണിയാവണം. അങ്ങനെ പ്രമാണിയാകാൻ നോക്കിയ ദിമോത്രിയോസിനെ പലവട്ടം ഉപദേശിച്ചിട്ടും, യോഹന്നാൻ പറയുന്നതാണ്, അവൻ എന്ത് ചെയ്യുന്നില്ല. അപ്പൊ പലവട്ടം ഉപദേശിച്ചിട്ടും ഉപദേശം കേൾക്കാത്തവരെ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? വിട്ടുകളയണം. കാരണം നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ലല്ലോ. സ്തോത്രം. അപ്പോൾ സഭയിൽ പ്രധാനിയാകുവാൻ നോക്കിയ ദിമോത്തിയോസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുമ്പോൾ നമുക്കും പലപ്പോഴും എന്തൊക്കെ തോന്നും.
പാസ്റ്റർ അങ്ങനെ പ്രസംഗിക്കുന്നു, എനിക്കും നമുക്കും ഒന്ന് പ്രധാനിയാവാനൊക്കെ തോന്നും. ശ്രദ്ധിക്കണം, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നാൽ അത് സ്പിരിറ്റ് ഓഫ് പ്രൈഡാണ്, നമ്മുടെ സ്വാർത്ഥതയാണ്, നമ്മുടെ അഹങ്കാരമാണ്, നമ്മുടെ അഹംഭാവമാണ്. അതുകൊണ്ട് കോരഹിന്റെ സ്പിരിറ്റിന്റെ മൂന്നാമത്തെ പ്രത്യേകത ദ സ്പിരിറ്റ് ഓഫ് പ്രൈഡ്. ഹല്ലേലൂയ. പ്രൈഡ് വന്നാൽ എന്ത് ചെയ്യുന്നറിയാമോ? വീഴ്ച സംഭവിക്കും. ഇനി നാലാമത്തെ പ്രത്യേകത ഞാൻ പറയാം. നാലാമത്തെ പ്രത്യേകത സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 16 മുതൽ 19 വരെ വായിച്ചോ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 16 മുതൽ 19 വരെ. ഹല്ലേലൂയ. ആ 6:16 മുതൽ 19 വരെ വായിച്ചു. 6 കാര്യം യഹോവ വെറുക്കുന്നു. 6 കാര്യം യഹോവ വെറുക്കുന്നു. 7 കാര്യം അവനെ അറപ്പാകുന്നു. 7 കാര്യം അവൻ അറപ്പാകുന്നു. ഗർവമുള്ള കണ്ണും. ശ്രദ്ധിച്ചോട്ടാ, ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യും ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലും ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും. അപ്പോ കോരഹിന്റെ ആത്മാവിന്റെ നാലാമത്തെ പ്രത്യേകത സഭയിൽ വഴക്കുണ്ടാക്കും. ഞാൻ പറയുന്നതല്ല, കർത്താവ് പറയുന്നതാ. അത് ദൈവത്തിന് ഇഷ്ടമല്ല. വചനം പറയുന്നു യഹോവയ്ക്ക് അതെന്താണ്? വെറുപ്പാണ്. ഹല്ലേലൂയ. മറ്റുള്ളവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് അവരുടെ ലക്ഷ്യത്തിലേക്ക് ചേരാൻ പ്രേരിപ്പിച്ചുകൊണ്ട് വഴക്കുണ്ടാക്കുന്നത് യഹോവയ്ക്ക് വെറുപ്പുള്ള കാര്യമാണ്. അപ്പൊ ഭിന്നത ഉണ്ടാക്കുന്ന എന്താണെന്ന് വിചാരിച്ചേ? ദൈവത്തിന് വെറുപ്പാ. ഹല്ലേലൂയ. സഹോദരന്മാരുടെ ഇടയിൽ ഭിന്നതയുണ്ടാക്കുന്നവർ അവർക്ക് അയ്യോ കഷ്ടം. മത്തായി സുവിശേഷം 18-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. മത്തായി സുവിശേഷം 18-ാം അധ്യായം 7-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 18:7. മത്തായി 18:7. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ. എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് ഇടർച്ച വരുന്നത് സ്വാഭാവികമാണ് അല്ലെ? 50 പേരുണ്ടെങ്കിൽ 50 പേർക്കും വ്യത്യസ്തമായ ആഗ്രഹം അല്ലെ? സഭയ്ക്കകത്ത് 50 പേരുണ്ടെങ്കിൽ 50 പേർക്കും അല്ലെ എല്ലാവർക്കും ഒരേ സാക്ഷിയാണോ? അല്ല. എല്ലാവർക്കും ഒരേ ആഗ്രഹമാണോ? അല്ല. എല്ലാവർക്കും ഒരേ വിശ്വാസത്തിന്റെ അളവാണോ? അല്ല. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും അതിന്റെ നടുവിൽ എന്തുണ്ടാവും? ഇടർച്ചകളൊക്കെ വരുന്നു, സ്വാഭാവികം. പക്ഷേ അതല്ല കർത്താവ് അവിടെ പറയുന്നത്, ചൂണ്ടിക്കാണിച്ച്. ഇടർച്ച വരുന്നത് സ്വാഭാവികമാണ്, പക്ഷേ അടുത്ത വാക്യം അവിടെയാണ്. എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. ഇടർച്ച വരുത്തുന്ന മനുഷ്യന് കണ്ടോ വചനം പോണ പോക്ക് കണ്ടോ? ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. പ്രിയമുള്ളവരെ, ഭിന്നത പടർത്തുന്നവർ ആത്മാവിൽ ഞാൻ പറയുന്നു, അവർ ശാപത്തിന്റെ കീഴിലാ. വചനമാ പറയുന്നത്. ഞാൻ വചനമാണ് പറയുന്നത്. അവരുടെ ജീവിതത്തിനകത്ത് ശാപത്തിന് ലാൻഡ് ചെയ്യാനുള്ള ഒരു ഇടം അവർ കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മിൽ ആത്മാവിൽ സമാധാനത്തിന്റെ ബന്ധമാണ് ആഗ്രഹിക്കുന്നത്. ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം. നമ്മളതിനെ ആത്മാവിൽ മനസ്സിലാക്കണം. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 12-ാം അധ്യായം 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. 1 കൊരിന്ത്യർ 12:25. സ്തോത്രം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 12:25. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 12:25. വേഗത്തിൽ വായിച്ചോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിനെ അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്ത്. പ്രിയമുള്ളവരെ, സഭയെ കുറിച്ച് പൗലോസ്
കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ എപ്പോഴും ശരീരത്തെ ഉപമിച്ചുകൊണ്ടാണ്, ശരീരത്തിലെ വിവിധ അവയവങ്ങളെ ഉപമിച്ചുകൊണ്ടാണ് പൗലോസ് സംസാരിച്ചിരിക്കുന്നത്. പൗലോസ് പറയുന്നു, ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന്, പ്രിയമുള്ളവരെ, സഭയിൽ 50 ആളുകൾ ഉണ്ടെങ്കിൽ എല്ലാം തികഞ്ഞതല്ല. ആദ്യം അത് നമ്മുടെ അകത്ത് കയറണം. മനസ്സിലായോ? ആദ്യം നമ്മുടെ അകത്ത് ഇത് കയറണം. നമ്മളെല്ലാവരും പൂർണ്ണരല്ല. നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, ഇല്ലേ? ശരീരത്തിൽ പല അവയവത്തിനും അതിൻ്റെതായ കുറവുകളില്ലേ? അതിൻ്റെതായ മാനങ്ങളില്ലേ? ഒരു ശരീരം എന്താണ്? ഈ മാനം കുറഞ്ഞതിനെ നമ്മൾ അധികം മാനം കൊടുക്കും, അല്ലേ? അല്ലേ? നമ്മൾ അധികം മാനം കൊടുക്കും. പുറമേ കാണുന്ന ശരീരത്തിലെ അവയവങ്ങൾക്ക് നമ്മൾ മാനം കുറഞ്ഞതിന് എന്തു ചെയ്യും? അധിക മാനം കൊടുക്കും. എന്ന് പറയുന്നത് പോലെ ശരീരമാകുന്ന സഭയിലെ അവയവങ്ങൾക്കും എന്തു വേണം? മാനം കൊടുക്കണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ മുഴുവൻ കൂട്ടിച്ചേർത്തിരിക്കുന്നു എങ്കിൽ പൗലോസ് പറയുന്നു, എന്ത് ചെയ്യരുത്? ഭിന്നത വരരുത്, ഭിന്നത ഉണ്ടാക്കരുത്. സദൃശവാക്യങ്ങൾ 16:28 വായിച്ചോ. സദൃശവാക്യങ്ങൾ 16:28. ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 16:28. സ്തോത്രം. വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു, ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. വഴക്കുണ്ടാക്കുന്നത് എന്തിന്റെ ലക്ഷണമാ? വക്രതയുടെ ലക്ഷണമാണ്. വഴക്കുണ്ടാക്കുന്നത് വക്രതയുള്ള മനുഷ്യനാണ്. വചനം പറയുന്നു, വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു, ഏഷണിക്കാരൻ മിത്രങ്ങളെ. ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ഇങ്ങനെയാ. എന്താ കാരണം? വക്രത ഹൃദയത്തിനകത്തുള്ളത് കൊണ്ടാണ്. ഇതെന്തിനാ പറയുന്നതെന്നറിയോ? ഈ ബുദ്ധി ഉപദേശം എന്തിനാ പറയുന്നതെന്നറിയോ? ആത്മാവിൽ സഭ ഒന്നിച്ച് പണിയേണ്ടതിന് പരിശുദ്ധാത്മാവ് ഈ മന്ദിരത്തെ വളർത്തേണ്ടത് കൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നമ്മുടെ ഇടയിൽ ഭിന്നതകൾ ഉണ്ടാകരുത്. നമ്മൾ ഒരുമിച്ച് ആത്മാവിൽ സമാധാനത്തോടെ മുൻപോട്ട് പോകാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. നിശ്ചയമായിട്ടും ദൈവം തൻ്റെ സഭയെ പണിതുകൊണ്ട്. അപ്പൊ 4-ാമത്തെ കോരഹിന്റെ സ്പിരിറ്റിന്റെ പ്രത്യേകത, ഭിന്നത എന്ത് ചെയ്യുന്നു? ഭിന്നത എന്ത് ചെയ്യുന്നു? പടർത്തുന്നു. ഇനി 5-ാമത്തെ പ്രത്യേകത, സ്തോത്രം. 5-ാമത്തെ പ്രത്യേകത, ദൈവികമായ ക്രമത്തോടുള്ള അനാദരവ്, ഡിസ്റെസ്പെക്ട് ഇൻ ഫോർ ഡിവൈൻ ഓർഡർ. ദൈവം നിയമിച്ച ദൈവികമായ അധികാരങ്ങളോടും നിയമിച്ച നേതാക്കളോടും അനാദരവ് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതികൾക്കും ഉദ്ദേശങ്ങൾക്കും വിരുദ്ധമായി എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. ഇങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിച്ചു നോക്കിയോ, അവർ ഒരിക്കലും ദൈവികമായ അധികാര സ്ഥാനങ്ങൾക്ക് കീഴ്പ്പെടുന്നവരല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മൾ എപ്പോഴും ദൈവത്തിന് കീഴ്പ്പെടുന്നത് പോലെ ദൈവികമായ അധികാരങ്ങൾക്കും കീഴ്പ്പെടണം. ഇത് ദൈവസഭയുടെ വ്യവസ്ഥയാണ്. മനസ്സിലായോ? പത്രോസ് അതിനെ കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് കടക്കാം. ദൈവികമായ അധികാരങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? കീഴ്പ്പെടണം. റോമാലേഖനം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചോ. റോമാലേഖനം 13-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. ഹല്ലേലൂയ. ആ ആ ആ ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ അപ്പോൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവാണ് സഭയ്ക്കകത്തെ ശുശ്രൂഷകന്മാരെ നിയമിക്കുന്നത്. മനുഷ്യന്റെ സംഘടനകളും മനുഷ്യന്റെ തെരഞ്ഞെടുപ്പുകളിലൂടെയും കടന്നു വന്നവർ ദൈവികമായ അധികാരത്തിലുള്ളവരല്ല. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ഭരമേൽപ്പിക്കപ്പെട്ട ശുശ്രൂഷകളിൽ
നിയമിക്കപ്പെട്ട അധികാരങ്ങളുണ്ട്. മനസ്സിലായോ? റോമാലേഖനത്തിൽ പൗലോസ് പറയുന്ന അങ്ങനെയാണ്, ഏതു മനുഷ്യനും എന്ത് ചെയ്യട്ടെ, ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് എല്ലാ മേഖലകളിലും ഒരു അധികാരമുണ്ട്. സഭയിൽ മാത്രമല്ല, കുടുംബത്തിനകത്തും. മനസ്സിലായോ? ജോലി സ്ഥലത്തിനകത്ത്, കുടുംബത്തിനകത്ത് ദൈവം ഒരു അധികാരിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. സഭയ്ക്കകത്തെ അധികാരി സഭയുടെ പാസ്റ്ററാണ്. കുടുംബത്തിനകത്തെ അധികാരി കുടുംബനാഥനാണ്. ജോലി സ്ഥലത്തെ അധികാരി ജോലിയിലെ യജമാനനാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഏതു മനുഷ്യൻ എന്ത് ചെയ്യണം? ആരോടാ പറയുന്നേ? നമ്മളോടാ. പല കുടുംബങ്ങൾക്കകത്തും ഭർത്താവ് ഇരിക്കേണ്ട സ്ഥാനത്ത് ഭാര്യ ഇരിക്കുമ്പോൾ പ്രശ്നമാണ് പ്രിയമുള്ളവരെ. കാരണം ഭർത്താവിനെയാണ് ദൈവം തലയാക്കി വെച്ചിരിക്കുന്നത്. ഇതെന്റെ നിയമമല്ല, ബൈബിളിലെ നിയമമാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഭാര്യയുടെ തലയാണ് ഭർത്താവ്. ഈ ഭർത്താവാകുന്ന തലയ്ക്ക് കീഴ്പ്പെടുമ്പോഴാണ് ഭർത്താവിൽ നിന്നുള്ള അധികാരം ഭാര്യയിലേക്ക്, ഭാര്യയിൽ നിന്നുള്ള അനുഗ്രഹം മക്കളിലേക്ക് ഒക്കെ വ്യാപരിക്കുന്നത്. പലപ്പോഴും ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെടാതിരിക്കുമ്പോൾ അത് സഭയായാലും കുടുംബമായാലും ജോലി സ്ഥലമായാലും അനുഗ്രഹിക്കപ്പെടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, അനേക തലമുറകളും വഴിതെറ്റിപ്പോകുന്നതിന്റെ കാരണം കുടുംബ ബന്ധങ്ങളെ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ഭവനത്തിൽ ഭർത്താവിനേക്കാൾ അധികം ഭാര്യയ്ക്കാണ് പ്രാധാന്യം. ഇത് ഞാൻ പറയുന്നതല്ല, ബൈബിൾ പറയുന്നതാ. അതുകൊണ്ട് എന്ത് വേണം? ഹല്ലേലൂയ. ഭാര്യ തലയായിരിക്കുന്ന ഭവനങ്ങളിൽ നിന്ന് ഭാര്യ ഇറങ്ങി ഭർത്താവിനെ കയറ്റണം. ഇത് കൃത്യമായിട്ട് ദൈവസഭയെ ഉപദേശിക്കാനുള്ള ഫോർമുല പരിശുദ്ധാത്മാവ് തന്നത് കൊണ്ട് അങ്ങനെ തന്നെ ഒരു മായമില്ലാതെ ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാ അധികാരങ്ങളും ആരിൽ നിന്നാ വരുന്നേ? അങ്ങനെയാണെങ്കിൽ എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്നാ വരുന്നതെങ്കിൽ ദൈവം പറഞ്ഞതിന് നമ്മൾ അനുസരിച്ചേ പറ്റൂ. ദൈവം പറഞ്ഞതിനെ നമ്മൾ മാനിച്ചേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഈ ബഹുമാനങ്ങളെല്ലാം മാറിപ്പോകുമ്പോൾ കുടുംബങ്ങൾ തകരുന്നു, സഭകൾ തകരുന്നു, വ്യക്തികൾ തകരുന്നു, തലമുറകൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഭർത്താവ് പറയുന്ന വാക്കിന് വില കൽപ്പിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്? എത്ര കുടുംബങ്ങളുണ്ട്? നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങൾ നോക്ക്. ഹല്ലേലൂയ. ഭർത്താവിന് വില കൽപ്പിക്കുന്ന കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും ശ്രേഷ്ഠമായ അധികാരങ്ങൾക്ക് കീഴ്പ്പെടാനും ബഹുമാനിക്കാനും നമ്മൾ പഠിക്കണം. അതിനെ ആദരിക്കാൻ പഠിക്കണം. കാരണം ദൈവത്താൽ നിയമിതമല്ലാത്ത ഒരു അധികാരങ്ങളും ഈ ലോകത്തിൽ ഇല്ല. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിലെ ഗവൺമെന്റിനെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ഒരു എസ്ഐയെ കാണാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീട്ടിൽ വിളിക്കുന്ന പേരൊക്കെ അവിടെ ചെന്ന് വിളിക്കൂ. അവിടെ നമ്മൾ എത്ര ഭയഭക്തിയോടെ നിൽക്കുക അല്ലേ? കാരണം എന്താ? അവൻ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് ഒരു വിലയുണ്ട് അല്ലേ? അവനിട്ടിരിക്കുന്ന ഒരു ട്രാഫിക് പോലീസുകാരൻ ജംഗ്ഷനിൽ നിന്ന് വാഹനങ്ങൾ നിയന്ത്രിക്കുക അല്ലേ? നമ്മൾ വിചാരിക്കും ഇതെനിക്ക് ഞാൻ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്ന വഴിയാണ്, അതുകൊണ്ട് അവൻ അവിടെ നിന്ന് നിയന്ത്രിച്ചാൽ ഞാൻ പോകും എന്ന് നമ്മൾ പറയൂ. പോയാൽ വിവരം അറിയും അല്ലേ? അവൻ സ്റ്റോപ്പ് എന്ന് കാട്ടുമ്പോൾ സ്റ്റോപ്പ് നമ്മൾ നിർത്തി കൊടുക്കണം. കാരണം എന്താ? ഗവൺമെന്റിന്റെ അധികാരത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അങ്ങനെയാണെങ്കിൽ ദൈവികമായ അധികാരങ്ങൾക്ക് കീഴിൽ നമ്മൾ എത്ര സുരക്ഷിതരായിരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാ, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാ. പക്ഷേ നമ്മൾ ബഹുമാനിക്കത്തില്ല. ഞാൻ കുട്ടികളോടും യൗവനക്കാരോടും ഞാൻ പറയാം, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, മാതാപിതാക്കന്മാരെ ആദരിക്കണം. കാരണം നിനക്ക് ജീവനുണ്ടാകാൻ, നിനക്ക് നന്മയുണ്ടാകാൻ, നിനക്ക് ആയുസ്സുണ്ടാകാൻ, നിന്റെ ജീവിതത്തിനകത്ത് നീ ദൈവികമായ നന്മകളെ പ്രാപിക്കാൻ എന്ത് ചെയ്യണം?
എന്ത് ചെയ്യണം? അപ്പനും അമ്മയും പറയുന്നത് എന്ത് ചെയ്യണം? അനുസരിക്കണം. അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കിക്കോ. സമൂഹത്തിൽ ദൈവം അവരെ അനുഗ്രഹിച്ച ചരിത്രമേ ഉള്ളൂ. 33.5 വർഷം വരെ ഈ ഭൂമിയിൽ തൻ്റെ മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങി ജീവിച്ച് അവരുടെ വാക്ക് അനുസരിച്ച് മുൻപോട്ട് പോയ നമ്മുടെ കർത്താവിനെ നമുക്കറിയാം. അവൻ കീഴ്പ്പെട്ടു, അവൻ അനുസരിച്ചു, അവൻ മാതാപിതാക്കന്മാരെ അനുസരിച്ചു. അവൻ ദൈവപുത്രനാണ്, സത്യമാണ്. പക്ഷേ അവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ലോകത്തിന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടു. അങ്ങനെയെങ്കിൽ ആ വചനം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, ഏതു മനുഷ്യനും ശ്രേഷ്ഠമായ അധികാരങ്ങൾക്ക് ദൈവികമായ ക്രമത്തോടുള്ള അനാദരവ് നമ്മുടെ ജീവിതത്തിൽ താളം തെറ്റിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ തെറ്റി നിൽക്കുന്നതിന്റെ കാരണം അതാണെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ തലമുറകളെ നിങ്ങളുടെ കയ്യിൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ കാരണം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നു. എവിടെയൊക്കെയോ ഡിസോർഡർ ഉണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്ലോറി ക്രമീകരിക്കണം. മുൻപിൽ വരേണ്ടത് വരട്ടെ. ഹല്ലേലൂയ. എവിടെയൊക്കെ താളം തെറ്റിപ്പോയി കർത്താവേ, എന്റെ തലമുറകളൊക്കെ നഷ്ടപ്പെട്ടു പോയത് ഞാൻ താളം തെറ്റിയത് കൊണ്ടാണെന്ന് ആത്മാവ് നിങ്ങൾക്ക് ബോധ്യം തരുന്നുണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ട് ക്രമീകരണം പ്രാപിച്ചോളണം. ദൈവം അത് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ 5ാമത്തെ പ്രത്യേകത, ദൈവിക ക്രമത്തോടുള്ള അനാദരവ്. അത് കോരഹിന്റെ ആത്മാവിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി 6ാമത്തെയും 7ാമത്തെയും പ്രത്യേകതകൾ പറഞ്ഞ് ആ മനുഷ്യനെ കുറിച്ച് ഞാൻ അവിടെ അവസാനിപ്പിക്കുക. 6ാമത്തെ ആത്മാവിന്റെ പ്രത്യേകത, അംബിഷൻ ഫോർ പേഴ്സണൽ ഗെയിൻ. വ്യക്തിപരമായ നേട്ടത്തിനായിട്ടുള്ള അഭിലാഷം. വ്യക്തിപരമായ നേട്ടം, സമൂഹത്തിന്റെ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല, വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി. അല്ലേ? നമ്മുടെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യാറുണ്ട്? നമ്മുടെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി പലപ്പോഴും സഭയ്ക്കകത്ത് നമ്മൾ പരിശോധിക്കുക. നമ്മുടെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി നമ്മൾ ദൈവികമായ ക്രമങ്ങളെ മാനിക്കാതിരിക്കാറുണ്ട്. അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. കോരഹിന്റെ ആത്മാവുള്ള ആളുകളുടെ പ്രത്യേകത, അവരുടെ അജണ്ട എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. അവർക്ക് സ്വയം അംഗീകാരം കിട്ടണം. അല്ലേ? ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, സഭയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ അംഗീകാരം അവർക്ക് കിട്ടണം. ബാക്കി ഒരാളെ എന്ത് ചെയ്യില്ല? ശുശ്രൂഷയിൽ അടുപ്പിക്കത്തില്ല. സ്വയം നേട്ടം, സ്വയം ആഗ്രഹം. എന്ന് കഴിഞ്ഞാൽ സഭയ്ക്കകത്ത് അല്ലെങ്കിൽ സമൂഹത്തിനകത്ത് തങ്ങൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്ന് തോന്നണം. അതിനുവേണ്ടി എന്ത് ചെയ്യും? വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി. സഭയുടെ താല്പര്യമല്ല, വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി. വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി നമ്മളെ തന്നെ സ്വയം ഉയർത്തുന്നത് ദൈവികമല്ല. ദൈവം നിങ്ങളൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറയുന്നു, ദൈവം നിങ്ങളൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്വയം മരിക്കണം. നിങ്ങളുടെ സ്വയം മരിക്കാതെ ദൈവികമായ ശുശ്രൂഷ നിങ്ങൾ ഏൽക്കാൻ പാടില്ല. നമ്മൾ സ്വയം മരിച്ചാൽ, നമ്മുടെ സ്വയത്തെ നാം മരിപ്പിച്ചിട്ടേ ദൈവികമായ ശുശ്രൂഷയുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുക്കാൻ പാടൂ. നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഈ ശുശ്രൂഷയ്ക്ക് ഞാൻ യോഗ്യനാണോ? പലപ്പോഴും മരിക്കപ്പെടാത്ത ജഡമാണ് പലപ്പോഴും നമ്മിൽ നിന്ന് വ്യാപരിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ജഡത്തിന്റെ ചിന്ത. അങ്ങനെയുള്ള വ്യക്തികളിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവരിലൂടെ വ്യാപരിക്കുന്ന മരണം നിങ്ങളിലേക്കും വ്യാപരിക്കും. അങ്ങനെയുള്ള വ്യക്തികളുടെ ശുശ്രൂഷകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവരിലൂടെ വ്യാപരിക്കുന്ന സ്പിരിറ്റ് നിങ്ങളെയും മരിപ്പിക്കും. നിങ്ങൾ ദൈവികമായ ശുശ്രൂഷയ്ക്ക് യോഗ്യരാണോ എങ്കിൽ നിങ്ങളുടെ സ്വയം മരിക്കണം. സ്വയം മരിക്കാതെ പറ്റത്തില്ല. സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറി ദൈവം നിങ്ങളുടെ വഴിയിൽ വരണം. നമ്മൾ പലപ്പോഴും ദൈവത്തിന് മുൻഗണന കൊടുക്കാതെ നമ്മൾ കയറി മുൻപിൽ നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുൻപിൽ കയറുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥാനങ്ങൾക്ക് നമ്മൾ മുൻപിൽ നിൽക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ സ്വയത്തിൽ നിങ്ങൾ മരിക്കണം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം.
ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. ഹല്ലേലൂയ. ആത്മശക്തി വെളിപ്പെടണമെങ്കിൽ നിന്റെ സ്വയം മരിക്കണം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ നിന്റെ ജഡം മരിക്കണം. നമ്മൾ പറയും, എന്താ അവന് സ്നേഹമില്ലല്ലോ, അവന് കരുണയില്ലല്ലോ, അവന് ആർദ്രതയില്ലല്ലോ എന്നൊക്കെ പറയും അല്ലേ? എന്താ അതിന്റെ കാരണം? നമ്മുടെ ജഡം നമ്മൾ ഇതുവരെയും മരിച്ചിട്ടില്ല. സഹോദരങ്ങളെ, മരിക്കാത്ത ജഡവുമായി കടന്നു വന്ന് കർത്താവിനെ ആരാധിക്കല്ലേ. ഹല്ലേലൂയ. മരിക്കാത്ത ജഡവുമായിട്ട് കടന്നു വന്ന് നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ നിന്നാൽ നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ അന്യാഗ്നി കത്തിക്കുക. നിന്റെ ജഡം മരിക്കട്ടെ, ആത്മാവ് നിന്നിൽ ജീവിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്നിൽ ജീവിക്കട്ടെ, ജഡം മരിക്കട്ടെ. ആത്മാവിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. നമ്മൾ മരിപ്പിക്കണം, പലതും മരിപ്പിക്കണം. നമ്മൾ പലതും കുഴിച്ചു മൂടാനുണ്ടെന്നേ. നമ്മൾ പലതും മരിപ്പിക്കാനുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾക്കൊക്കെ എന്തൊക്കെയോ നമുക്ക് കിട്ടി, നമ്മൾ എന്തൊക്കെയോ നമുക്ക് കിട്ടി എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുക. ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പലതും നമ്മുടെ ജീവിതത്തിൽ ഇനിയും മരിപ്പിക്കാനുണ്ട്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന് നിങ്ങൾ വിധേയപ്പെടാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ, കർത്താവേ, എന്നിൽ മരിക്കാത്ത ഏതെങ്കിലും വിത്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ അതിനെ മരിപ്പിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഇന്ന് നിങ്ങൾ തയ്യാറാണോ? ആത്മാവിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിപ്പിക്കും. കൊരിന്ത്യർക്ക് 1 ലേഖനം 3-ാം അധ്യായം അതിന്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 3 10 മുതൽ 15 വരെ. ഹല്ലേലൂയ, സ്തോത്രം. 1 കൊരിന്ത്യർ 3 10 മുതൽ 15 വരെ വേഗത്തിൽ വായിച്ചു. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തനും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരു അടിസ്ഥാനം നമ്മളായിട്ട് ഇടണ്ട. മനസ്സിലായോ പറഞ്ഞത്? കൃത്യമല്ലേ ആ ബൈബിൾ വാക്യം? ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അത് പ്രവൃത്തിയിലാ വെളിപ്പെടുന്നത്, പ്രവൃത്തിയിലാ. ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ വേണം നമ്മൾ പണിയാൻ. നമ്മുടെ സ്വന്തമായ അടിസ്ഥാനങ്ങൾ ഇട്ടതെല്ലാം ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ പൊളിഞ്ഞു പോകട്ടെ, അത് മാറ്റപ്പെട്ടു പോകട്ടെ. കർത്താവിനോട് പറയേ, കർത്താവേ, ഞാൻ ഇട്ടിരിക്കുന്ന അടിസ്ഥാനമാണ്, ഇതിനെ പൊളിച്ചു കളയണമേ. കർത്താവ് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ എന്റെ ജീവിതത്തിൽ ഒരു അടിസ്ഥാനവും വേണ്ട. കർത്താവ് മതി, കർത്താവ് അല്ലാതെ മറ്റാരും വേണ്ട. എന്റെ ജഡം വേണ്ട, എന്റെ ആഗ്രഹം വേണ്ട, എന്റെ ഇച്ഛ വേണ്ട. കർത്താവേ, നീ മതി, നീ മതി. പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെടും. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ആ ദിവസം അതിനെ തെളിവാക്കും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. അടുത്ത വാക്യം. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ. കണ്ടോ പ്രിയമുള്ളവരെ, എത്ര കൃത്യമായിട്ടാണ് ആ വചനം പറയുന്നത്. നമ്മുടെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഇന്നല്ലെങ്കിൽ നാളെ
മറഞ്ഞിരിക്കുന്ന പ്രവൃത്തികളെല്ലാം വെളിപ്പെടാൻ പോകുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ നാം കാണിച്ച പ്രവൃത്തികൾക്കെല്ലാം പ്രതിഫലം പ്രാപിക്കുന്ന ഒരു ദിവസത്തിനായിട്ട് കർത്താവ് അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അന്ന് തീ തന്നെ സകലവും ശോധന ചെയ്യും. നല്ലത് പ്രവർത്തിച്ച് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതത് മാത്രം നിലനിൽക്കും, അല്ലാത്തത് വെന്തു പോകും. ഇത് ബൈബിളാണ് പറയുന്നത്, വചനമാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വ്യക്തിപരമായി നമ്മുടെ നേട്ടത്തിനുള്ള അഭിലാഷങ്ങളെല്ലാം മാറ്റിവെക്കണം. ഹല്ലേലൂയ. വ്യക്തിപരമായി നമ്മുടെ നേട്ടത്തിലുള്ള അഭിലാഷങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട്, അപ്പാ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം, എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം, അത് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സബദിപുത്രന്മാരുടെ അമ്മയായ ശലോമി ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് തൻ്റെ ശിഷ്യന്മാർ അവർ മുഷിയുന്നത് കണ്ടിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞൊരു വേദവാക്യം, അതുകൂടി വായിച്ച് ഞാൻ പെട്ടെന്ന് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 28 വരെ. മത്തായി സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചോ. ഹല്ലേലൂയ. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്തെന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം, ഒരു മിനിറ്റ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്. തിരകമന ശബ്ദരാ തിരതലരകമന. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. മത്തായി സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 28 വരെ. ക്ഷമിക്കണേ, മത്തായി സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെ വായിച്ചോ. അന്ന് സബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്കെ വന്നു. നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്ത് വേണമെന്ന് അവളോട് ചോദിച്ചു. അവൾ അവനോട്, ഈ എന്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. അതിന് ഉത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നു. അതിനെ യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. ഉത്തരം കഴിയുമെന്ന് അവർ പറഞ്ഞു. അവർ അവനോട്, പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം, എങ്കിലും എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എന്റേതല്ല, എന്റെ പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ശേഷം 10 പേർ അത് കേട്ടിട്ട് ആ രണ്ട് സഹോദരന്മാർ ആരോട്? യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ട് യേശു അവരെ അടുക്കൽ വിളിച്ചു. ജാതികളെ അധിപന്മാർ ശ്രദ്ധിച്ച പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ കുറിവാക്യം, അതാണ് നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. യേശു ബാക്കിയുള്ളവരെ അടുക്കൽ വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് പറയുന്നത്? യേശുവോ അവരെ അടുക്കൽ വിളിച്ചു, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്വക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ എന്ത് ചെയ്യരുത്? അങ്ങനെ അരുത്. കണ്ടോ? ജാതികളിൽ അധിപതികളായവർ നിങ്ങളിൽ കർത്തൃത്വം നടത്തുന്നു, അതിൽ മഹത്തുക്കളായവർ നിങ്ങളിൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. പ്രിയമുള്ളവരെ, നമ്മളിൽ അതരുത്. ദൈവം അത് ആഗ്രഹിക്കുന്നത്. കാരണം ദൈവത്തിന്റെ വഴിയല്ല നമ്മുടെ വഴിയെങ്കിൽ ദൈവത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ പോകാതെ ദൈവത്തിന്റെ കീഴിൽ നമ്മൾ നിൽക്കുമ്പോൾ ദൈവം നമ്മളെ യഥാർത്ഥമായി വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. വാസ്തവമായിട്ടും കർത്താവിനോട് സംസാരിച്ച ശലോമിക്ക് മനസ്സിലായില്ല യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന്. യഥാർത്ഥമായ സിംഹാസനത്തിലേക്ക് നയിക്കുന്ന പാത വളരെ വിഷമമുള്ളതാ, ഇടുങ്ങിയതാ. എല്ലാവർക്കും കയറാൻ പറ്റത്തില്ല. തന്നെത്താൻ ക്രൂശെടുത്ത് നാൾതോറും അനുഗമിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. ഈ പാതയിലൂടെ നടക്കുന്നവന് മാത്രമേ സ്വർഗീയമായ സിംഹാസനത്തിലേക്ക് എത്താൻ കഴിയൂ. ഇതിന് അനേകം ദൂരം യാത്ര ചെയ്യണം. ഇതിനെന്ത് വേണമെന്നറിയാവോ? മരിക്കണം. സ്വയം എന്ന് മരിക്കുന്നുവോ, എന്ന് നമ്മൾ തന്നെത്താൻ നമ്മുടെ ക്രൂശ് എടുക്കുന്നുവോ,
കർത്താവ് പറഞ്ഞത് അങ്ങനെയുള്ളവർക്കാണ് പിതാവ് വെച്ചിട്ടുള്ള ആ അവകാശത്തിലേക്ക് കയറാൻ. അല്ലാതെ നീ പറയുന്ന പോലെയല്ല ശലോമി, നീ തെറ്റിദ്ധരിച്ചിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നമ്മുടെ വ്യക്തിപരമായ നേട്ടത്തിലുള്ള അഭിലാഷങ്ങളെല്ലാം മാറ്റിവെച്ച് ദൈവത്തിന്റെ മുമ്പിൽ അടിയറവ് പറയുക. സബ്മിറ്റ് ടു ഗോഡ്. ദൈവത്തിന്റെ മുമ്പാകെ അടിയറവ് പറയുക. ദൈവത്തോട് പറയുക, കർത്താവേ, എനിക്കുള്ളതെല്ലാം അങ്ങ് തന്നതാണ്, എനിക്കൊന്നും പുകഴുവാനില്ലപ്പാ. ആ സബ്മിഷനിലേക്ക് നമ്മൾ വരുന്നതാണ് യഥാർത്ഥമായ കീഴടങ്ങൽ. ഹല്ലേലൂയ. അപ്പൊ കോരഹിന്റെ ആത്മാവിന്റെ 6ാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞത് വിടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന പോലെ ഒരുവൻ മറ്റൊരുവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. മാത്രമല്ല കൊളോസ്യ ലേഖനം 3-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, എല്ലാം ക്രിസ്തുവിനായി ചെയ്യുക, ക്രിസ്തുവിനെ എന്ന പോലെ മനസ്സോടെ ചെയ്യുക, അപ്പോൾ അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും. കാരണം നമ്മൾ കർത്താവിനെയാണ് സേവിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിനെന്ന പോലെ ക്രിസ്തുവിനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊന്നും സംസാരിക്കാനായിട്ടുണ്ടാവില്ല. കാരണം എന്നെ ഏൽപ്പിച്ചത്, എനിക്ക് തന്നതെല്ലാം കർത്താവിനെന്ന പോലെ നമ്മൾ ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, സഭയ്ക്കകത്തുള്ള ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിങ്ങൾ ക്രിസ്തുവിനെന്ന പോലെ ചെയ്യണം. ഒരിക്കലും അതിനോട് എതിർത്ത് നിൽക്കരുത്. നിങ്ങൾക്ക് തന്നത് വിലയേറിയ ശുശ്രൂഷയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്രിസ്തുവിനെന്ന പോലെ എന്ത് ചെയ്യണം? മനസ്സോടെ. നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഈ മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അങ്ങനെയുള്ള മനസ്സുള്ളവർ ശുശ്രൂഷ ചെയ്താൽ മതി, അല്ലാത്തവർ മാറി നിൽക്കട്ടെ. അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടോ പ്രിയമുള്ളവരെ? അതാണ് യഥാർത്ഥമായി ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറയുന്നത്. അങ്ങനെ ഒരു മനസ്സ് കർത്താവേ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാകും? 7ാമത്തെ പ്രത്യേകത കൂടി ഞാൻ പറയുന്നു, ദൈവഹിതത്തിന് കീഴടങ്ങുന്നതാണ് യഥാർത്ഥമായി ക്രിസ്തീയ ജീവിതം. ദൈവഹിതത്തിന് കീഴടങ്ങാത്തത് എല്ലാം കോരഹിന്റെ മത്സരത്തിന്റെ ആത്മാവാണ്. അങ്ങനെയെങ്കിൽ ഈ 7 പ്രത്യേകതകളും കോരഹ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ പ്രവർത്തിച്ചെങ്കിൽ, മോശയ്ക്കെതിരെ അഹരോനെതിരെ മത്സരിച്ച് ഭൂമി പിളർന്ന് നാശയോഗ്യമായി തീർന്നെങ്കിൽ, കർത്താവേ എനിക്കൊരു ന്യായവിധി വരാതെ, എനിക്കൊരു ശിക്ഷാവിധി വരാതെ എന്നെ സൂക്ഷിക്കണമേ, അങ്ങയുടെ മറവിൽ എന്നെ ഒന്ന് മറയ്ക്കണമേ. കർത്താവേ, നിന്റെ അധികാരത്തിന് കീഴിൽ ഞാൻ കീഴടങ്ങുന്നു, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഞാൻ വിശ്വസ്തനായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളോട് വളരെ വ്യക്തമായി സംസാരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെട്ടിരിക്കുന്നു. കർത്താവേ, എന്നോട് ഇടപെട്ട വചനത്തിനായിട്ട് നന്ദി. ഞാൻ അങ്ങയുടെ കരങ്ങളിൽ കീഴിലാണ് കർത്താവേ. അങ്ങയുടെ കർത്താവെ കരങ്ങളിൽ കീഴടങ്ങി ജീവിപ്പാൻ എന്നെ സഹായിക്കണം. എൻ്റെ ഭവനത്തിൽ, എൻ്റെ ജോലി സ്ഥലത്ത്, ഹല്ലേലൂയ, എന്നെ ആക്കിയിരിക്കുന്ന സഭയ്ക്കകത്ത്, എന്നെ ആക്കിയിരിക്കുന്ന അധികാര സ്ഥാനത്തിന്റെ കീഴിൽ വിശ്വസ്തയോടെ നിൽക്കാൻ എനിക്ക് കൃപ നൽകണമേ എന്ന് എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ വലത് കരങ്ങൾ നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് എന്നോടൊരുമിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ ദൈവസേനയിൽ അടച്ചോട്ടെ. നിങ്ങളുടെ വലത് കരം നിങ്ങൾ നെഞ്ചോട് ചേർത്തടച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ ദൈവമേ, അങ്ങയുടെ വചനത്തിന് മുമ്പാകെ ഞങ്ങൾ കീഴടങ്ങുന്നു. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തിന് കീഴിൽ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. നാഥാ, ദൈവരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ കർത്താവേ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രം ദൈവനാമത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ചെയ്ത കർത്താവേ, ഈ അവസാന അന്ത്യനാളുകളിൽ ക്രിസ്തുവിനെന്ന പോലെ കർത്താവിനെ സേവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിൽ, ഞങ്ങളുടെ ജോലി സ്ഥലത്ത്, ഞങ്ങളുടെ സഭയ്ക്കകത്ത് കർത്താവ് നൽകി തന്നിരിക്കുന്ന അധികാര സ്ഥാനത്തിന് കീഴ്പ്പെടാൻ കുഞ്ഞുമക്കളെ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് പറയണം. നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടെ കേൾക്കാൻ ഞാൻ അവരെ ബഹുമാനിക്കും. കർത്താവേ, എന്റെ ബഹുമാന കുറവ് നിമിത്തം എന്റെ ജീവിതത്തിൽ ഞാൻ തെറ്റുപറ്റി. എന്റെ ജീവിതത്തിൽ വരേണ്ടുന്ന നന്മകൾ എനിക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ ഞാൻ ദൈവത്തിന് കീഴ്പ്പെടുന്നു. ഇന്നു മുതൽ ഞാൻ എന്റെ മാതാപിതാക്കന്മാരെ അനുസരിക്കുമെന്ന തീരുമാനമെടുക്കട്ടെ. കുഞ്ഞുമക്കൾ, യവനക്കാർ തീരുമാനമെടുക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും അനുസരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് അനുസരിക്കുക.
അതാ ഞങ്ങളുടെ വലിയ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു, യൗവനക്കാരെ ഏൽപ്പിക്കുന്നു, മാതാപിതാക്കന്മാരെ ഏൽപ്പിക്കുന്നു, സഭയിലെ ശുശ്രൂഷകന്മാരെ ഏൽപ്പിക്കുന്നു. എല്ലാവരും അങ്ങ് നൽകി തന്ന അധികാരത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് മത്സരിക്കാതെ, റെബല്യനായി നിൽക്കാതെ, അഹങ്കരിക്കാതെ, സ്വാർത്ഥതയില്ലാത്തവരായി മാറി കർത്താവേ, ക്രിസ്തുവിനെന്ന പോലെ അങ്ങയെ സേവിപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിന്റെ പങ്കാളികളായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിനായി താഴ്ത്തി സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, ആമേൻ.